അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തിനാണോ ഈ മഹത്തുക്കളുടെ ബിംബങ്ങളെ സമീപിച്ചത്, അതേ ഒരു രൂപത്തിലാണ് ഇന്ന് ആൾക്കാര് ജാറത്തിലെ ആൾക്കാരെ സമീപിക്കുന്നത്, മഹത്തുക്കളെന്ന് പറയപ്പെടുന്നവരെ സമീപിക്കുന്നത്. രണ്ടുദാഹരണം, രണ്ടായത്ത് പറഞ്ഞാൽ തിരിയും. അല്ലാഹ് പറയാണ്, മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, സാമീപ്യമുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ, അവർ പറയും മാ നഅബുദുഹും, നമ്മൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, എന്തിനല്ലാതെ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഈ രൂപങ്ങൾ, ഈ മഹത്തുക്കൾ നമ്മളെ അള്ളാഹുവിലേക്ക് പടിപടിയായി അടുപ്പിക്കാനല്ലാതെ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇബാദത്തുകൾ ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്ന് മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞ അതേ വാക്ക് ഇന്ന് നമുക്ക് ആരിൽ നിന്ന് കേൾക്കാൻ കഴിയും? നമ്മുടെ നാട്ടുകാരിൽ നിന്നും കേൾക്കാൻ കഴിയും. ജാറത്തിനടുക്കലേക്ക് പോകുന്നില്ല, അത് അള്ളാഹുവാണ്, എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ ജാറത്തിൽ പോകുന്ന ഒരാൾ പറയാണ്, അത് അള്ളാഹുവാണെന്ന് എനിക്ക് വിശ്വാസമില്ല, എന്നെ സൃഷ്ടിച്ചത് അവനല്ല, അള്ളാഹുവാണ്, എനിക്ക് രോഗം നൽകുന്നവർക്ക് അവനാണ്, പക്ഷെ ഞാൻ എന്തിനാ ജാറത്ത് പോകുന്നത്? അത് അള്ളാഹുലേക്ക് സാമീപിച്ച് വലിയ വലിയ മഹത്തുക്കളല്ലേ, നമുക്ക് അള്ളാഹു നേരിട്ട് ചോദിക്കാൻ പറ്റും, നമ്മൾ ഭാവികളാണ്. അപ്പൊ അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം. അന്ന് മക്കത്തെ മുശ്രിക്കും അതേ വാക്കാണ് പറഞ്ഞത്, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഒരിക്കലും മക്കത്തെ മുശ്രിക്ക് ആ ബിംബങ്ങൾ നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, അതിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാര്, മഴ വർഷിപ്പിക്കുന്നതാര്, നിങ്ങളെ മരിപ്പിക്കുന്നതാര്, നിങ്ങളെ ജീവിപ്പിക്കുന്നതാര്, ഇതൊക്കെ ചോദിച്ചാൽ അവർ എന്ത് പറയും? ഫസയഖൂലൂനല്ലാഹ്, മക്കത്തെ മുശ്രിക്ക് പറയും അള്ളാഹുവാണെന്ന്. അതിനവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെന്തിനാണ് പിന്നെ ഈ വിഗ്രഹങ്ങളെ സമീപിച്ചത്, ഈ മഹത്തുക്കളുടെ രൂപങ്ങളിലേക്ക് സമീപിച്ചത്? ലിയുഖർരിബൂനാ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുൽഫ, പടിപടിയായിട്ട് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് മക്കത്തെ മുശ്രിക്ക് ആ കഅബക്ക് ചുറ്റും വെച്ച മഹത്തുക്കളുടെ രൂപങ്ങളെ സമീപിച്ചത്. ഇന്നും നമ്മുടെ സമൂഹം എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ, അതിനൊക്കെ എവിടെ സമീപിക്കുന്നു? ജാറത്തിനെ സമീപിക്കുന്നു. രണ്ടാമത്തെ ആയത്ത്, وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ. وَيَعْبُدُونَ, അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. മിൻ ദൂനില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. ആര്? മക്കത്തെ മുശ്രിക്കീങ്ങൾ. ആർക്ക് ഇബാദത്ത് ചെയ്തത്? അല്ലാഹു അല്ലാത്ത ആർക്ക് ഇബാദത്ത് ചെയ്തത്? ലാത്ത, മനാത്ത, ഉസ്സ, പിന്നെ പറയപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള 5 വിഗ്രഹങ്ങൾ, 5 മഹത്തുക്കളുടെ രൂപങ്ങൾ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അതൊക്കെ മക്കാബിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ രൂപങ്ങളാണ്, ചിത്രങ്ങളാണ്. അപ്പൊ ആ മഹത്തുക്കളെ അവർ സമീപിച്ചു. എന്തിന്? മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ആ മഹത്തുക്കളൊന്നും അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യൂല, ഒരു ഉപകാരവും ചെയ്യൂല. അങ്ങനെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത് എന്തിനാണ്? വയഖൂലൂന, അവരുടെ ആ വാദം അനുസരിച്ചാണ്. അവർ എന്തിനാണ് ഇബാദത്തുകൾ ചെയ്തത്? ആ മഹത്തുക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തു, അതിനോട് ഇസ്തിഗാസ ചെയ്തു, അതിനോട് ഇസ്തിശ്ഫാ നടത്തി, ഷഫാഅത്തിനെ തേടി, അതിനോട് സഹായം ചോദിച്ചു, അതിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു, അതിൽ നിന്നും ബുദ്ധിമുട്ടുകൾ തടയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി, അതുകൊണ്ട് തേടി, അതുകൊണ്ട് ഒരു ഭവ്യതയോടെ അതിന്റെ മുകളിൽ പോയി നിന്നു. എന്തിന്? വഖൂലൂന, അവരുടെ ഒരു വാദമാണ്. അവർ പറയും ഹഉലാഇ, ഈ മഹത്തുക്കൾ. അന്ന് അവർ പറഞ്ഞ ആ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും ഈ മഹത്തുക്കൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ പറയും ഈ ഖബറിൽ കിടക്കുന്ന ആള്, അല്ലെങ്കിൽ ആ ജാറത്തിൽ കിടക്കുന്ന ആള് എന്താണ്? ശുഫആഉന, നമ്മുടെ ശുപാർശകരാണ്. ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ മഹത്തുക്കളെ അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങള് അവർ ഏത് അള്ളാഹുവിന് പുറമെ ആർക്കാണോ ഇബാദത്ത് ചെയ്തത്, ആ മഹത്തുക്കൾ ഒരിക്കലും അവർ അള്ളാഹുവായി കണ്ടിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനക്ക് തുല്യമായി കണ്ടിരുന്നില്ല, അള്ളാഹുവിനെ പോലെയല്ല, ഒരിക്കലും അങ്ങനെ കണ്ടിരുന്നില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ലിയുഖർരിബൂനാ ഇലല്ലാഹി എന്ന് പറയൂല.
കാരണം അള്ളാഹുവിനെയും ആ മഹത്തുക്കളെയും ഒരേപോലെ കണ്ടിരുന്നെങ്കിൽ ആ മഹത്തുക്കളിലൂടെ അള്ളാഹുലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടൊരേപോലെ അല്ലേ. അള്ളാഹ് എപ്പോഴും മുകളിൽ കണ്ടു. ആ അള്ളാഹുലേക്ക് എടുക്കാനുള്ള വസീലയായിട്ടാണ് ഈ മഹത്തുക്കളെ മക്കത്തെ മുശ്രിക്കുകൾ കണ്ടത്. ഏതുപോലെ? നമ്മുടെ നാട്ടുകാര് ഇന്ന് ജാറത്തെ കാണുന്നത് പോലെ. വളരെ വ്യക്തമാണ് കാര്യം, വളരെ വ്യക്തമാണ് ചരിത്രം. അബ്ദുല്ലാഹ് അബ്ബാസിന്റെ സഹീഹ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഖുർആന്റെ ആയത്തുകൾ, അതല്ലാതെ വേറെ ആള് ഞാൻ ഉദ്ധരിച്ചിട്ടില്ല, ആരും ഞാൻ പറഞ്ഞിട്ടില്ല. ഖുർആന്റെ ആയത്തുകളും അബ്ദുല്ലാഹ് അബ്ബാസിന്റെ സഹീഹായ ഹദീസുകളും മാത്രമാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്.